ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല കിടിലൻ ടേസ്റ്റിലൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 1-2 ടിപ്സൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കാത്തവരൊക്കെ ഈ രീതിയിൽ പുട്ടുണ്ടാക്കിയാൽ കഴിക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക, കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ്, പക്ഷേ 1-2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ഗോതമ്പ് പൊടിയാണിത്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയാണെങ്കിൽ വെള്ളത്തിൻ്റെ വ്യത്യാസം വരും കേട്ടോ. നമ്മൾ നനച്ചെടുക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിക്കും വീട്ടിൽ പൊടിച്ച പൊടിക്കും വെള്ളത്തിന് നല്ല വ്യത്യാസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പൊടിയൊന്ന് ചെറിയ രീതിയിലൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. സാധാരണ രീതിയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ വറുക്കാറൊന്നുമില്ല അല്ലേ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗോതമ്പ് പൊടി ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഒരു 2 മിനിറ്റോളം ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി. കൈ വിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതൊരു 2 മിനിറ്റോളൊക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ അതുവരെ നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ വറുത്തിട്ട് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കൂടുതലായിട്ട് കട്ട പിടിക്കൂല കേട്ടോ. നമ്മൾ വറുക്കാതെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല കട്ട പിടിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അതാ ചെറിയൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം കേട്ടോ ഈ ഒരു പൊടി. എന്നിട്ട് വേണം നമുക്കിത് നനച്ചെടുക്കാൻ. അതുപോലെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു പാനിൻ്റെ ചൂടുകൊണ്ട് വീണ്ടും ഇത് ചൂടായിട്ട് ചിലപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ പൊടി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നനച്ചെടുക്കാം. ഇനി പൊടിയിലേക്ക് ഉപ്പിട്ടിട്ട് നനച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിലാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ രീതിയിൽ പുട്ട് തയ്യാറാക്കുമ്പോൾ ഞാൻ അധികവും വെള്ളത്തിലാണ് കേട്ടോ ഉപ്പിടാറ്. ചില ആളുകളൊക്കെ പൊടിയിലേക്ക് ഡയറക്റ്റായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ നനച്ചെടുക്കലുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 250 ml കപ്പിന് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അനുസരിച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നതൊക്കെ നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും. സാധാരണ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കണം അത്ര തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് നമുക്കത് നനച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒന്ന് നനച്ചെടുക്കുന്നത്. ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പൊടി നനച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെനിക്ക് കറക്റ്റായിരുന്നു. ഇത് പെട്ടെന്ന് തന്നെ വെള്ളം അധികമായി പോകും കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി വെള്ളം അധികമാകുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. അപ്പോൾ പുട്ടിനുള്ള പൊടി ഇവിടെ നനച്ചെടുത്തു. അപ്പോൾ ഇതിൽ അത്യാവശ്യം കട്ടകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വലിയ കട്ടകളുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്. ഞാൻ 3 തവണയായിട്ട് കേട്ടോ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നത്. മുഴുവൻ പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഒറ്റ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതില്ലാതെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മിക്സിയുടെ ജാറിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാതെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് നമുക്ക് ഒരുപാട് സമയം സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് വെളിച്ചെണ്ണ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോൾ. ഇപ്പോൾ അതാ ഒന്ന് പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു നനവ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ടീസ്പൂണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് പൾസ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാ പുട്ടുപൊടി പോലെ നല്ല തരിതരിപ്പോട് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം.
നമ്മൾ കൈകൊണ്ട് നനച്ചെടുത്തപ്പോൾ ഒരുപാട് കട്ടകളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മിക്സിയിൽ ചെറിയ രീതിയിൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ചെറിയ രീതിയിലൊക്കെ കട്ടകളുണ്ട് കേട്ടോ. അത് നമ്മളിതാ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ഒന്ന് പൊടിഞ്ഞ് വരും. പിന്നെ ചെറിയ രീതിയിലൊക്കെ കട്ടകളുള്ളത് നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത്. വലിയ വലിയ കട്ടകളൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ പൊടിയൊക്കെ തയ്യാറാക്കിയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിക്കുകയാണെങ്കിൽ ബാക്കി വൈകുന്നേരം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോഴും നല്ല സോഫ്റ്റ് തന്നെ കാരണം. അപ്പോൾ അതിനാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും പൊടി ഇവിടെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കൂടുതലായിട്ട് കട്ടകളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഒട്ടലൊന്നുമില്ലല്ലോ. സാധാരണ രീതിയിലൊക്കെ നമ്മൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കുകയാണെങ്കിൽ ഒട്ടലൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങയാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ സാധാരണ രീതിയിൽ നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ പുട്ടുകുറ്റിയിൽ തേങ്ങ ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ പുട്ടുകുറ്റിക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെയും കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റ് ഇതുപോലെ തന്നെ തേങ്ങ വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ തിക്കായിട്ട് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് ആവി വരില്ല. നമ്മൾ സാധാരണ രീതിയിലൊന്ന് നിറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് ആവി കയറുള്ളൂ. അപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം വെച്ച് കൊടുക്കാം. സാധാരണ പുട്ട് വേവുന്ന ആ ഒരു സമയം തന്നെ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. നല്ലപോലെ വെള്ളം തിളച്ചിട്ട് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവി വന്നതിൻ്റെ ശേഷം വീണ്ടും ഞാൻ 1 മിനിറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മൾ ചായയുടെ കൂടെ വെറുതെ തന്നെ കഴിക്കാൻ പറ്റും. ഗോതമ്പ് പൊടി വെച്ചിട്ട് പുട്ട് ഒരുപാട് ആളുകൾ തയ്യാറാക്കലുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യം തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ്, നല്ലൊരു ഫ്ലേവറൊക്കെയാണ് കേട്ടോ ഈ ഒരു പുട്ടിന്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാവിലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപകാരപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.